അച്ഛാ, ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാം. നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞിട്ടാ ഞാൻ വരാൻ തീരുമാനിച്ചത്. ഞാൻ അവിടെ താമസിക്കുകയൊന്നുമില്ല, രാത്രി ഇങ്ങ് പോരും. എന്നിട്ട് നാളെ വിവാഹത്തിന് ഞാൻ വരും. അവിടെ ചെന്നിട്ട് പിന്നെ നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്. അനുപേട്ടൻ ഇപ്പോഴും മുഖം ഘടിപ്പിച്ച് വർത്താനം പറയണ്ട. അവിടെ എത്തട്ടെ, എന്നിട്ടല്ലേ ബാക്കി. ആ, ആതിരെ അവിടെ? ആതിരെ, 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 എടി വാല് തുറക്ക്. ആതിരെ, ആതിരെ, എടി വാല് തുറക്കാൻ. ആതിരെ, ആതിരെ, വാല് തുറക്കടി. ആതിരെ, ആഹാ, ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് നീ മരണ വീട്ടിലേക്കാണോ പോകുന്നത്? ഇതെന്തൊരു കോലോ മോളേത്? ആതിരെ, നിന്റെ മനസ്സിലിപ്പോ എന്താണെന്ന് എനിക്കറിയാം. അതിനിവിടെ പ്രസക്തി ഇല്ലെന്നുള്ളതാണ് സത്യം. ഈ രൂപത്തിൽ നിന്നെ എങ്ങനെയടി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്? നീ വിഷമിക്കരുതെന്നും കരയരുതെന്നും ഞാൻ പറയുന്നില്ല. എല്ലാം മറന്ന് മറ്റൊരാളുടെ ഭർത്താവാകാൻ പോകുന്ന അവനെ നീ മറക്കണം. ഉള്ളിലുള്ള വിഷമം കണ്ണീരായി പുറത്തേക്ക് വരാതെ നോക്കുകയും വേണം. ഞാനിപ്പോഴും നിന്നോട് സമാധാനത്തോടെ തന്നെ സംസാരിക്കുന്നത് എല്ലാം ഇന്നത്തോടെ അവസാനിക്കല്ലോ എന്ന് കരുതിയിട്ടാ. മീരെ, നീ ആതിരയുടെ തലമുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ദേ, നീ ഇങ്ങ് വന്നേ, ഇരിക്കേ. അന്ന് നിന്റെ നിശ്ചയം കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ നീ അജയന്റെ ഭാര്യ ആകേണ്ടതായിരുന്നു. മറ്റൊരുത്തന്റെ ഭാര്യയായിരിക്കുമ്പോ നിനക്ക് ഇതുപോലെ കരയാനും സങ്കടപ്പെടാനും പറ്റുമോ? ചുറ്റും നിന്ന് എല്ലാവരും മറക്കെന്ന് പറഞ്ഞാലും നിനക്കും കൂടി അത് തോന്നണം. എത്ര നാളെന്ന് വെച്ചാ നീ ഇങ്ങനെ കരയുന്നേ? ദേ, ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവുന്നതാ. അതുകൊണ്ട് നീ സമാധാനിച്ച് നിന്നേ പറ്റൂ. അതെല്ലാം നീ നിന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്ക്.